പാർട്ടിയിലേക്ക് കയറി ഒരാഴ്ച കഴിയും മുൻപ് പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിനെതിരെ പ്രതികരിച്ച മുൻ MLA PC ജോർജിന്റെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി BJP കേന്ദ്ര നേതൃത്വം. മറ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോൾ വിടുവായിത്തം നടത്തുന്നവർ BJPയിലെത്തിയാൽ പാർട്ടിയുടെ മര്യാദ പാലിക്കണം. എന്തും എവിടെയും വിളിച്ചു പറയുന്ന രീതി ശരിയല്ല. അത് പൊതുപ്രവർത്തകർക്കും പാർട്ടിയിലുള്ളവർക്കും ചേർന്ന ശൈലിയല്ല. അതേസമയം ഓരോ മണ്ഡലത്തിലും ആരെ നിർത്തണമെന്ന് BJP ഏതാണ്ട് ഒരു കൊല്ലം മുൻപ് ആലോചിച്ചതാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാൻ പറയാനുള്ള ആ വിഷയത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറഞ്ഞു. പാർട്ടി ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. പാർട്ടി കൃത്യമായ നടപടി ഈ പറഞ്ഞ നേതാക്കൾക്ക്, കർഷക മോർച്ചയുടെ നേതാക്കൾക്ക്, വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ അഭിപ്രായം പറഞ്ഞതിലെടുത്തു. PC-ക്ക് എതിരെ നടപടിയില്ല. PC ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ സാർ. നടപടി എടുത്തത് ആൾക്കാരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പാർട്ടിയിലുള്ള ആളായതുകൊണ്ടാണ്. ആണല്ലോ, അതല്ലേ ഞങ്ങളെ വെക്കുന്നത്. അല്ലാതെ പിന്നെ എന്താണ് 2019 പിന്നെ മികച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ പറയണോ? 2019 കൂടുതൽ വോട്ട് കിട്ടാനുള്ള ആളെയാണ് നമ്മൾ വെക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ? ഇതൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കുള്ള ആശങ്ക നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. BDJS ഇങ്ങനെ ആശങ്ക ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അനിൽ ആന്റണിയെ അറിയില്ല എന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിഞ്ഞൂടാ. അനിൽ ആന്റണി മികച്ച സ്ഥാനാർത്ഥിയാണ്. പത്തനംതിട്ടയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 3 ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഇക്കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടായതാണ്. ഓരോ മണ്ഡലത്തിനെക്കുറിച്ചും വിശദമായ ചർച്ച നടത്തി എല്ലാ വശങ്ങളും ആലോചിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതൊന്നും കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങളെ ആസ്പദമാക്കി ചെയ്യുന്നതല്ല. 2019 പത്തനംതിട്ടയിൽ മത്സരിച്ച് തന്നേക്കാൾ മിടുക്കനായ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും മലയാളിയാണ്. അദ്ദേഹം കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജയിച്ചുവെന്നേയുള്ളൂ. UPA സർക്കാർ സമയത്ത് നാട്ടിന് പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 8 കേന്ദ്രമന്ത്രിമാർ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതിലധികം കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ നിന്നുണ്ടാക്കാൻ BJPക്ക് കഴിയും. അത്രയും പേർ കേരളത്തിൽ നിന്ന് ജയിച്ചു കയറുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.